കൊല്ലം ആശ്രാമം ശ്രീനാരായണ സമുച്ചയത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാവിലെ 10:30 പ്രതിമ അനാച്ഛാദനം ചെയ്തത്. തുടർന്ന് നടന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയ്ക്ക് അടിത്തറയിട്ടതും ഈ കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ആഹ്വാനം ചെയ്തതും ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവിന്റെ മഹത്വപൂർവമായ ആശയങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇത് സാമുദായിക ഉച്ചനീതിത്വം അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ മറ്റെല്ലാ ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളം നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റു പലയിടങ്ങളിലും ജാതിയുടെ പേരിലുള്ള ഒരുപാട് ഹീനകൃത്യങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മതവൈരത്തിൻ്റെ ഭാഗമായുള്ള അനിഷ്ട സംഭവങ്ങൾ ധാരാളം നാം കേൾക്കുന്നുണ്ട്. വർഗീയ സംഘർഷങ്ങളും അതിൻ്റെ ഭാഗമായുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും എല്ലാം നാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇതെല്ലാം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുകയാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം ആക്രമിക്കപ്പെടുന്ന അവസ്ഥ, വംശീയാക്രമണത്തിലേക്ക് എത്തുന്ന നില, കൂട്ടത്തോടെ പാലായനം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെതായ ദുരനുഭവങ്ങളാണ്. പ്രതിമയുടെ ശില്പി ഉണ്ണി കാനായിയെ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി ആദരിച്ചു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KN ബാലഗോപാൽ, ചിഞ്ചു റാണി, NK പ്രേമചന്ദ്രൻ MP, M മുകേഷ് MLA, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഡോക്ടർ ദിവ്യ S അയ്യർ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ എന്നിവർ സംസാരിച്ചു. 8 അടി ഉയരത്തിലും 5 അടി വീതിയിലുമുള്ള പ്രതിമ ശില്പിയായ ഉണ്ണി കാനായിയുടെ നേതൃത്വത്തിൽ 2 വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത്.